ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ആകെ ബെട്ടെടുക്കട്ടെ. ഇപ്പൊ ആകെ ബെട്ടെടുക്കുക. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഞാൻ കടന്നുറങ്ങി. ഇന്ന് രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിറകെട്ടാൻ പോകാൻ. ഞാനിപ്പോൾ എണീറ്റത് 10 മണിക്ക്. എൻ്റെ മൊബൈലിലാണെങ്കിൽ 20-21 കോള്, അച്ഛൻ്റെ കോളും അമ്മേൻ്റെ കോളും എല്ലാവരും കോളൊക്കെ ആയിട്ട് 21-22 കോളുണ്ട്. ഞാൻ ഈ ടാങ്കിൽ ഒരു മീനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കോൾഡിഷിനെ ഈ വലിയ മീൻ തിന്ന് എന്താ കോൾഡിഷിന് ബാക്കി പീസൊക്കെ കിടക്കുന്നു. വലിയ മീൻ തിന്ന് ഇന്നലെ വെള്ളം മാറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ എണീറ്റിട്ട് പല്ലും കൂടി കഴിച്ചിട്ടില്ല. ഈ വെയിലത്ത് കൂടെ നടന്നിട്ട് സൂര്യതാപം ഏക്കാതെ നിന്നത്. ഞാൻ അച്ഛനെ വിളിച്ച് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകേണ്ട വിചാരിച്ചിട്ട്. വീട്ടിലൊന്നും ആരും കാണുന്നില്ല, എല്ലാവരും കാട്ടിലാണ് തോന്നുന്നത്. കാട്ടിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാട്ടിൽ പോയി നോക്കിയിട്ട് കൊണ്ടുവന്നേ. ഇതാ എൻ്റെ അടുത്ത് ഒരാളെ വിളിച്ചിരുന്നോ. ഞാൻ ഉറങ്ങിയതിന് 4 മണിക്കാ. ജിമി കയറി. വിളിച്ചിട്ട് വീട്ടിൽ ചോറുണ്ടോ? ഒന്ന് തിന്നാതെ വന്നിക്കണ്. ചോറിന്നിട്ട് വരാം. ആടെ ജിമി വേണ്ടേ? ജിമി എൻ്റെ മേത്തേക്ക് ഓടിക്കേറി വന്നിക്കണത്. ബാ കം. ഓരോ മരത്തിന്റെ വലിപ്പം നോക്ക്, എന്തൊരു ഹൈറ്റിലാ പോയെന്ന്. എന്നെ പോലെ 5% ചാർജുള്ളൂ. രാവിലെ കുത്തി വെച്ചിട്ടും ചാർജ് ആയിട്ടില്ല. രാവിലെ 4 മണിക്ക് ഞാൻ കുത്തി വെച്ചത് കടന്നുറങ്ങണം എന്നെ കാട്ടി മുന്നേ. എന്നിട്ട് ചാർജ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ പെട്ടെടുക്കുക. നല്ല വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. ആ വിറക് വല്ലതും എടുത്ത് ഇങ്ങോട്ട് വെക്കണം എന്ന് പറഞ്ഞേക്കണേ ഈ വെയിലത്ത്. ജിമി ഒന്ന് സഹായിക്കണേ ജിമി, നമുക്ക് ഒന്നിച്ച് വലിയ കാര്യങ്ങൾ മുന്നോട്ടുണ്ടാവും. ജിമി എന്തീ പറയും ജിമി? ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങിക്കണേ വിറകെടുക്കാൻ. ഈ വിറകെടുത്തിട്ട് അപ്പുറത്തെ റോഡിന് സൈഡിലുള്ള വീടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ വെയിലത്ത്. വാലടയ്ക്കാൻ മറന്നുപോയി തോന്നുന്നു. ഞാൻ വാലും അടച്ചിട്ട് വരണം. രണ്ടാമത് ഇനി അങ്ങോട്ട് പോകണം. ഉള്ള വാലൊക്കെ ഇങ്ങനെയൊക്കെ തുറന്നിട്ട് പിന്നെ പാമ്പോ പൂച്ച എന്തെങ്കിലുമൊക്കെ കയറും. അത് വെട്ടിയിട്ടിരിക്കണം. അയ്യോ, ഞാൻ വെച്ച് ഈ വിറകെടുത്ത് പകുതി ആയപ്പോഴത്തേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്ത്. അപ്പം തന്നെ അവിടെ ഫുള്ളും വെയിറ്റ് ഇട്ടിട്ട് അപ്പം തന്നെ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നെല്ലാം വീട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 8:30 കഴിഞ്ഞുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ 4 മണിക്ക് കിടന്നുറങ്ങിയ 10 മണിക്കോ 9:30 എത്ര മണിക്കോ എണീറ്റുണ്ടായിരുന്നു രാവിലെ. അപ്പം തന്നെ പല്ലും തേക്കാതെ പോയി. വിറകെടുത്തിട്ട് ആകെ വേദനയുള്ളത് കാലിൻ്റെ ഈ 2 ഭാഗവും പിന്നെ തൊട നല്ല വേദനയൊക്കെ ഉണ്ട്. ആ ചൂടത്ത് വെയിറ്റ് എടുത്തിട്ട് നടക്കൽ തന്നെയായിരുന്നു. വിറകൊല്ലം കാണിച്ചിട്ട് അടുക്കളേൻ്റെ സൈഡിലാണ് എടുത്ത് വെച്ചുള്ളത്. വിറക് ഇന്ന് എവിടെ വെച്ചേ? വൈകുന്നേരം കൊണ്ടുവന്നിട്ട് നടക്കാനൊന്നും ക്ലിയർ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും വിറക് കൊണ്ടുവന്നത് കണ്ടോ. മുട്ടിയല്ല ആ ഭാഗത്ത്. അതാണ് ഞാൻ ഏറ്റിയ മുട്ടി എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ കുറേ മുട്ടിയുണ്ട്. ഇത് എത്ര പൊക്കത്തിലുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ചെറിയ വിറകുള്ള അവിടെ ഉണ്ട്. കിങ്ങിണിക്ക് 2-3 വിറക് എടുത്തപ്പോൾ തന്നെ കിങ്ങിണി അവിടെ കടന്നുറങ്ങിയായിരുന്നു. വഴിയിലൊക്കെ തോർത്തൊക്കെ വിരിച്ചിട്ട്. ഇപ്പം അതാ വീട്ടിലാണ് കടന്നുറങ്ങണം. കാല് വേദനിക്കണ്. ഒരു കണ്ണാടിയും തൊപ്പിയും കണ്ട് ഷോ ഇറക്കിയ കാല് വിളിക്കോ. ഈ കോർണറിൽ നല്ല വേദന. പണിയെടുക്കാത്ത മക്കളല്ലേ? പണിയെടുക്കാത്ത നല്ല പണിയല്ലേ? ഇന്ന് നല്ല പണിയായിരുന്നു. നല്ല വിറകിന്റെ പണി, നല്ല തടവ് പിടിച്ച് പിടിച്ചവനൊക്കെ. പിന്നല്ലേ നോക്കട്ടെ. വലിയ മുട്ടിയെടുക്കാനല്ലേ പറഞ്ഞേ. ഇങ്ങനെ വേദനിക്കണേ. എത്ര മുട്ടി ഏറ്റിന്നറിയാം. എന്റെ കയ്യും കണക്കുണ്ടായിട്ടില്ല. എന്നിട്ട് 2 മുട്ടി ഏറ്റിയുള്ളൂ. ഇവിടെ എന്ത് വർത്താനം പറയണേ? എത്ര മുട്ടി 3 എണ്ണോ? നീ തോന്നേറ്റിയോ? അതിന് അച്ഛൻ വന്നിക്കണ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ സ്ഥലത്തെ 2ാമത്തെ ബ്ലോഗറാണ്. ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് ഇവന് വ്യൂസ് കടിച്ച് കയറി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ വ്യൂസ് കടിച്ച് കയറി വരുന്നത്. ഞാനൊക്കെ സെറ്റായി കൊടുത്തില്ലേ. ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇവന് ടൈറ്റിലിന് തമ്മിലിൻ്റെ കാര്യം ഇവനെ അറിയില്ല. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യണ ഇവൻ പഠിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വ്യൂസ് അടിച്ച് കയറുന്നതിന് കയ്യും കണക്കൂല്ല. ഇവൻ ഇപ്പം തന്നെ പോവും. എന്നിട്ട് നാളെ രാവിലെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ടൈറ്റിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവനോട്. ഇപ്പൊ ഞാനും കുറച്ച് തിരക്കിലാണ്, എഡിറ്റ് ചെയ്യണ തിരക്കിലൊക്കെയാണ്. അമ്മ ചോറിന് എന്താ കറി? എന്താ തക്കാളി കറിയാ? ചമ്മന്തിയാണമ്മാ?
ഗ്യാസിന്റെ അടി അപ്പൊ ഓഫാക്കിയില്ലേ? മേലേക്കല്ലേ? മേലേക്കാണോ? ആ നേരത്തെ ഓഫാക്കിയിട്ടുണ്ട്. അമ്മ എനിക്ക് ചോറ് വേണ്ട, വിശക്കില്ല. വേണ്ട വേണ്ട, ഞാൻ പോവാ. വാലടച്ചോ. എനിക്കിപ്പോ തീരെ വിശക്കില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് വിശക്കാണെങ്കിൽ കുപ്പി വെള്ളം മൊത്തം കുടിച്ച് തീർക്കാം. വിശക്കാണെങ്കിൽ കേട്ടോ. നേരത്തെ നേന്ത്രപ്പഴം കൊണ്ടുവന്നിരുന്നു, അത് ഓരെണ്ണം തിന്നപ്പോ തന്നെ എന്റെ വയറെല്ലാം നിറഞ്ഞ്. എന്റെ മൊബൈലിൽ ഇന്ന് രാവിലെ മുതൽ ചാർജൊന്നും അധികം കയറണില്ല, എന്താണെന്നറിയില്ല. ഞാൻ കുറെ നോക്കിയോ, ഈ മൊബൈലിന്റെ ചാർജ് കുത്തുന്ന സ്ഥലമല്ലേ, അവിടെയൊക്കെ കുറേ തോണ്ടി വയ്ക്കുക, അവിടെ ഒരു വേസ്റ്റും ഇല്ല, എന്നിട്ട് മൊബൈലിൽ ചാർജും കയറുന്നില്ല അധികം, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.